കൂടെയുള്ളത് മണികണ്ഠൻ പട്ടാമ്പി, നിയാസ് ബക്കർ, അതുപോലെ തന്നെ സുധീർ പറവൂർ എന്നിവരാണ്. നമസ്കാരം. പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് പഞ്ചായത്ത് ജെട്ടി? പൊതുവിൽ കാണുമ്പോൾ നമുക്ക് കാത്തു നിൽക്കുന്ന, വോട്ടിനൊക്കെ വേണ്ടി കാത്തു നിൽക്കുന്ന കുറേ ആളുകളെയൊക്കെയാണ് നമുക്ക് ഈ പോസ്റ്ററിലൊക്കെ കാണാൻ പറ്റുന്നത്. അതുപോലെ ഒരു നേതാക്കളാണോ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ചില പോസ്റ്ററുകളൊക്കെ കാണുന്നു. എന്താണ് ശരിക്കും ഈ ഒരു പഞ്ചായത്ത് ജെട്ടി ജനങ്ങൾക്ക് വേണ്ടി? പഞ്ചായത്ത് ജെട്ടി ഒരു തുരുത്തിലുള്ള കുറേ ആളുകളുടെ കഥ പറയുന്നതാണ്. കഥയല്ല, അവരുടെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ. ഇപ്പോൾ തുരുത്ത് എന്ന് പറയുമ്പോൾ ചുറ്റും വെള്ളത്താൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളുടെ അടിയന്തരമായിട്ടുള്ള രണ്ട് ആവശ്യങ്ങൾ ആണ് സിനിമ പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് പല പേരുകളും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പഞ്ചായത്ത് ജെട്ടി എന്നുള്ളൊരു പേര് ആണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. അതുകൊണ്ട് പഞ്ചായത്ത് ജെട്ടി എന്ന് വെച്ചതാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ഒരു പഞ്ചായത്തുമായിട്ട് ചുറ്റപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ആളുകളുടെ അവരുടെ ലൈഫും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ കൂടി കലർന്നിട്ടുള്ള രസകരമായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ഇതിപ്പോൾ മറിമായം ടീമിൻ്റെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുള്ള കോംബോ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റും? മറിമായം എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണല്ലോ. അത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. മറിമായം അല്ല സത്യത്തിൽ സിനിമ. പഞ്ചായത്ത് ജെട്ടി ഒരിക്കലും മറിമായം പോലെ നമ്മൾ ചെയ്യുന്നതല്ല, മറിച്ച് വേറെ സിനിമയാണ്. പക്ഷേ ആ സിനിമയിൽ നമ്മുടെ മറിമായത്തിനകത്ത് അഭിനയിക്കുന്ന ആളുകളെല്ലാവരും അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറിമായവും സിനിമയുമാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുപോലെ മറിമായം ടീം ഒന്നിക്കുന്ന രണ്ടാമത്തെ സിനിമയല്ലേ ഇത്? അതെ. ആദ്യത്തെ സിനിമ വല്ലാത്ത പഹ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ അത് ഡയറക്റ്റ് ചെയ്തത് നിയാസാണ്. സ്ക്രിപ്റ്റും ശശി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ത്രെഡായിരുന്നു. ഞങ്ങളതൊരു സ്ക്രീൻ ആക്കി. പിന്നീടാണ് ഞാൻ ഡയറക്ഷൻ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ എത്തി. മണിയണ്ണാർന്ന് സെൻട്രൽ ക്യാരക്ടർ ചെയ്ത് കുഴപ്പമില്ലാതെ പോയൊരു സിനിമയായിരുന്നു. ഇതിന്റെ കഥയും മണിചന്ദ്രൻ തന്നെയല്ലേ? കഥ ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് കഥ പറയാൻ ഇല്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള സലീം ഹസൻ ഉണ്ട്, മറ്റേ പ്യാരിജാദൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്ന പ്യാരിജാദൻ്റെ. അയാൾ ശരിക്കും ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പം മറിമായത്തിന് വരുന്ന സമയത്ത് തന്നെ പുള്ളി ഒരു ആണ്. അപ്പോൾ അയാൾ ഒരു പഞ്ചായത്തിലെ മെമ്പറായിരുന്നു. അപ്പോൾ മെമ്പറായി ഇരുന്ന ആ ഒരു കാലയളവിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് രസങ്ങൾ പുള്ളി നമ്മുടെ ഈ മറിമായം ലൊക്കേഷനിലൊക്കെ നമ്മളിങ്ങനെ കൂടെ ഇരിക്കുമ്പോൾ പറയും. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് രസങ്ങൾ പുള്ളി പറയുമായിരുന്നു. നമ്മളങ്ങനെ കേൾക്കും, അത് കഴിഞ്ഞിട്ട് അത് ചിരിച്ച് അങ്ങ് വിടും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കുറേ സംഗതികൾ ഇങ്ങനെ വന്നപ്പോഴാണ് നമുക്കെന്ന ഇതിൻ്റെ ഒരു ഇത് പിടിച്ചിട്ട് നമുക്ക് ഇത്തരം ഹ്യൂമറിൻ്റെ സാധ്യതകളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമ ആലോചിക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു സിനിമ ആയി വന്നത്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ പിന്നെ സലീമിൻ്റെ റിയൽ ലൈഫിലുള്ള കുറേ ഇൻസിഡൻറ്റുകളുണ്ട്, രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റുകളുണ്ട്. അപ്പോൾ അതിൽ പലതും നമ്മൾ സിനിമയ്ക്കകത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് നമ്മുടെ മറിമായം കാണുന്ന ആ പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത രീതിയിൽ ഉള്ള ഒരു സിനിമ തന്നെയാണ്. അവർക്ക് 2 മണിക്കൂറോളം തിയേറ്ററിൽ വന്നിരുന്ന് നന്നായിട്ട് ആസ്വദിച്ച് ചിരിച്ചു പോകാവുന്ന ഒരു സിനിമയാണ്.